സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇവരുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, ഇന്നും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ കേരളത്തിൽ അങ്ങോളം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സുരേഷ്, അങ്ങനെ തന്നെയാണ്. ഇന്നും 2 ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നിൽക്കുകയാണ്. പത്തനംതിട്ട ഒപ്പം തന്നെ ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റ് 10 ജില്ലകൾക്കും തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. നാളെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വടക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി ഇന്ന് രാവിലെയോടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. സ്വാഭാവികമായും ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രാവിലെയോടുകൂടി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം, അതും തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നുണ്ട്. 24-ാം തീയതിയോടുകൂടി ഇത് തീവ്ര ന്യൂനമർദ്ദമാകാനുള്ള സാഹചര്യമാണ് അവർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിച്ചേക്കാം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങുന്നതിന് പൂർണ്ണമായ വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടരുമെന്നുള്ളത് തന്നെയാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശവും ബന്ധപ്പെട്ടവർ നൽകുമ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പിടിപ്പുകേട് അത് കൂടുതൽ പ്രകടമാവുകയില്ല. പ്രത്യേകിച്ച് ഒരു മഴ വന്നാൽ വെള്ളം നിറയുന്ന കടലാകുന്ന ഒരു നഗര സംവിധാനങ്ങൾ, ഓടകൾ പോലും വൃത്തിയാക്കുന്നില്ല. പലപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞതുപോലെ തന്നെ ഈ ഓടകൾ ശാസ്ത്രീയമായി നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ വീടുകളിലേക്കടക്കം വെള്ളം കയറിപ്പോകുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു, വർഷകാലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങൾ കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോഴും നഗരസഭയും മറ്റ് ജില്ലാ ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടോ? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലടക്കം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ, മഴക്കെടുതി, ഒപ്പം തന്നെ നിരവധി വീടുകളിലും കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം, ഒരു മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നഗരസഭയുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയൊക്കെ മെല്ലെപ്പോക്ക് പല കാര്യങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം അത് സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിലടക്കം നിരവധി വീടുകളിൽ വെള്ളം കയറുമ്പോഴും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ ഈ സ്മാർട്ട് റോഡ് നിർമ്മാണം, ഓട നവീകരണം ഒക്കെ തന്നെ ശരിയായ രീതിയിൽ നടക്കാത്തത് അത് വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും ഇടയാക്കുന്നുണ്ട് എന്നുള്ള വിമർശനം ശക്തമാണ്. ഇതിലടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം തിരുവനന്തപുരം നഗരസഭ ചേരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ മന്ത്രിയുടെ അധ്യക്ഷതയിലും യോഗം ചേർന്നിരുന്നു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുൻപ് തീർത്തില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന മഴക്കാലത്ത് ബദൽ സംവിധാനങ്ങൾ ഒരുക്കാമെന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള തലസ്ഥാന ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ശാലി പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷകാലം എത്തുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം എത്തുമ്പോൾ അതിനു മുന്നേ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കാമെന്നുള്ള പതിവ് പല്ലവിയാണ് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുന്നത്. പക്ഷേ ഈ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു, വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുന്നു. ഒരു പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വർഷകാലത്തിലേക്ക് ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെടുകാര്യസ്ഥിതിയുടെ ഫലമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കണം. ജനങ്ങളുടെ ദുരിതത്തിന് ഒരു ശമനവും ഉണ്ടാകില്ല. കനത്ത മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കനത്ത ദുരിതം ജനങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് മുന്നിലുള്ളത്, അല്ലേ?
സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. അത് ആരോഗ്യ വകുപ്പായിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പായിക്കോട്ടെ, ധനവകുപ്പായിക്കോട്ടെ, അങ്ങനെ വിവിധ മേഖലകളും വിവിധ വകുപ്പുകളും ചേർന്ന് പ്രവർത്തനം നടത്തേണ്ടതാണ്. പക്ഷേ ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക്, ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആശയവിനിമയത്തിലെ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, ധനപ്രതിസന്ധി, ഇതൊക്കെ കാര്യമായി തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പല മേഖലകളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വ്യാപകമായി എലിപ്പനി സ്ഥിരീകരിക്കുന്നു. ഒരു എലിപ്പനി മരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് വേണ്ട നടപടികളോ ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പിടിപ്പുകേടുണ്ടാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഓരോ നഗരസഭാ വാർഡുകൾക്കും കേന്ദ്രീകരിച്ച് നൽകേണ്ട ഫണ്ട് അത് നൽകാത്തതിലെ കുറവടക്കം ഈ ശുചീകരണ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശനം ഉയരുന്നത്. എന്തായാലും ഈ ഓട നവീകരണം, സ്മാർട്ട് റോഡ് നിർമ്മാണം ഒക്കെ തന്നെ കാര്യമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളക്കെട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് അവർ നൽകുന്നത്. ഒപ്പം തന്നെ ഈ കാലവർഷം എത്താൻ പോകുന്നതിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെ ജൂൺ 15 കൂടി പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഇന്നലെ യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനു മുൻപ് മഴ എത്തും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും തലസ്ഥാനത്തെ കാത്തിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള വെള്ളക്കെട്ടും ഒപ്പം തന്നെ പകർച്ചവ്യാധി പേടിയുമാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇനിയെങ്കിലും കാര്യക്ഷമമായി നഗരസഭയും ജില്ലാ ഭരണകൂടവും പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം തന്നെ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരും ദിവസങ്ങളിലും തലസ്ഥാന ജില്ലയ്ക്കുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ഒപ്പം 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും. വിവരങ്ങളാണ് യശാലിനി നൽകിയത്.